എടേ നീ ഒരു കാര്യം ചെയ്. അല്ല നീ എന്നാണ് വരണേന്ന് പറ. കൃത്യമായിട്ട് ഡേറ്റ് ഒന്നും പറയണ. പക്ഷെ എന്നാണ് പറഞ്ഞേ? ആ ഞാൻ എൻ്റെ കയ്യിലുള്ളത് എത്രയാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറയാം. നീ എത്ര ഇടും? ഓ ആ അത് മതി. എറണാകുളം കേന്ദ്രീകരിച്ച അതല്ലേ നല്ലത്. നീ പിന്നെ പറയണ ഇവിടെ കോഴിക്കോട്. കോഴിക്കോട്. ആ ശരി പാർട്ട്ണർഷിപ്പ്. പിന്നെ അമ്മ വിളിച്ചായിരുന്നോ? അമ്മ വിളിച്ചായിരുന്നോ? ചേച്ചി വിളിച്ച? അല്ല നീ വിളിച്ചാന്ന് ചോദിച്ചത്. അയ്യോ ഇല്ല ഞാൻ വിളിച്ചില്ല. ഞാൻ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അങ്ങോട്ട് എല്ലാം പറഞ്ഞായിരുന്നോ? ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. ഇല്ലേ ഗൗരി നീ അറിഞ്ഞ എന്റെ അനിയൻ ബിസിനസ് ചെയ്യാൻ പോണ്. പാർട്ട്ണർഷിപ്പ്. അത് കോഴിക്കോട്ടുള്ള ആരുമായിട്ട്. കുടുംബത്തിലുള്ളവരെ കൂട്ടാതെ ബിസിനസ് ചെയ്താ എല്ലാരും അധോഗതിയായിട്ടേ ഉള്ളൂ. എല്ലാരും അല്ല, ചിലയിടത്തൊക്കെ. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ചേച്ചി ഞാനേ മിണ്ടാതെ ഒതുങ്ങി നടക്കുകയാണ്. നീ എന്ന് മുതല് കൂടിയോ അന്ന് മുതൽ നിന്റെ അധോഗതി. അങ്ങേരെന്തോ പറയുന്നത് കേട്ടോ. നീ എന്തിനാ അതിന്റെ ഒപ്പം കിടന്ന് ചാടിത്തുള്ളാൻ പോണേ? എന്തോ അങ്ങേര് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നീ അതിന്റെ ഒപ്പം കിടന്ന് എന്തിനും വെറുതെ ചാടിത്തുള്ളാണ്? നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇറക്കാ. ഞാൻ എന്ത് പറഞ്ഞു? പാർട്ട്ണർഷിപ്പ് പോയി കഴിഞ്ഞാൽ പല ബിസിനസ്സും പൊളിഞ്ഞ് പാളീസായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പൊളിഞ്ഞ് പാളീസായിട്ടില്ല. ചിലവര് എന്നേ ഞാൻ പറഞ്ഞോളൂ. അതും കൂടെ ഞാൻ ഊന്നി പറഞ്ഞു. നിങ്ങൾ എന്നെ ഇവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കൂല, വേറെ അന്യ നാട്ടിൽ ജോലി ചെയ്യാൻ സമ്മതിക്കൂല. നീലും പറഞ്ഞ കേട്ടോ, ഞാൻ അവനെ പിടിച്ചു വെച്ചേക്കണ. എടാ നിന്റെ കാര്യത്തിൽ എനിക്ക് ആദ്യം ഉണ്ടറാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിന്നെ പിടിവിടാതെ നടക്കണത്. ആദ്യമുണ്ട്, വേദനയുണ്ട്, ദണ്ണമുണ്ട്. എനിക്ക് പിന്നെ നല്ലതൊന്നും പറഞ്ഞുകൂടെ? പൊട്ടിപ്പോയിരുന്ന എന്തിയായിരുന്നേ? കാശ് നീ കയ്യിരിക്കട്ടെ, വിഷം കൊണ്ട് കാണിക്കണം. പറഞ്ഞു തൊലക്കി രണ്ടൊരു കൂടെ എന്തോന്ന് വെച്ചാ. കുട്ടുമാമ, ഞാൻ ഒരു കാര്യം പറയാം. അച്ഛനെ കൂട്ടാതെ എന്തെങ്കിലും പരിപാടി കുട്ടുമാമൻ ചെയ്യുവാണെങ്കിൽ കുട്ടുമാമന്റെ കാര്യം അതോ മതി. വേറൊന്നും കൊണ്ടല്ല, അച്ഛൻ അവിടെ ശപിച്ചിരുത്തും. അതാണ് പറഞ്ഞത്. എനിക്ക് ഗൾഫിലോട്ടൊന്ന് വിളിക്കണം. എന്റെ മരുമോണ്ടല്ലോ സിദ്ധു, അവനെ. ഈ ലച്ചു ഇവിടെ കിടന്ന് കാണിക്കുന്ന കൊളരായ നമ്മൾ കംപ്ലീറ്റ് എനിക്ക് വിളിച്ചു പറയണം. നിനക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്ക് നിന്റെ അടുത്ത് ഒരൊറ്റ കാര്യത്തിലേ ദേഷ്യമുള്ളൂ. ഒരൊറ്റ കാര്യത്തിൽ. നീ ജീവിതത്തിൽ ഒരൊറ്റ അബദ്ധമേ കാണിച്ചിട്ടുള്ളൂ. ഒരേ ഒരു അബദ്ധം. അതിനാണ് എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യം. എന്താന്ന് പറയണ? നീ ഇയാളെ സ്നേഹിച്ചത് പോട്ട്, സ്നേഹിച്ച് തോല. നീ ഇയാളെ തിരിച്ചറിഞ്ഞപ്പം ഇയാളെ തേച്ച് ഒട്ടിക്കാത്തത്, നീ ഇയാളെ തേച്ചെടുത്ത് ഊരെ കളയാത്തത് അറിഞ്ഞപ്പം, ആളാരാണെന്ന് അറിഞ്ഞപ്പം. ഗൗരി മോളെ, നിന്റെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിന്നെ കണ്ടപ്പം മുതലുണ്ടല്ലോ എന്റെ ചങ്ക് പിടഞ്ഞിരിക്കുകയാണ്. നീ എന്തിനാ ഈ അബദ്ധത്തിൽ ചാടിയത്? ഇവൻ എന്തിനാ കെട്ടിയത്? ഇവന്റെ കാര്യങ്ങൾ നിനക്ക് അറിയാമോ? കല്യാണം കഴിയുന്ന മുമ്പ് ഇവന്റെ കാര്യങ്ങളൊക്കെ അറിയാമോ? പറയട്ടാടാ. രാവിലെ എഴുച്ചുണ്ടല്ല ഇവനെ പറമ്പിച്ചെന്ന് പണിയോട് പണിയാണ്. വാഴയ്ക്ക് തടകെടുക്കും, പടവലച്ച് വെള്ളം ഒഴിക്കും, ഇവരെ തെങ്ങി തടവെടുക്കും. മതിയടി. നീ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? പിന്നെ പറയണ ഞാൻ പിന്നെ പറയൂടാ. ഞാൻ പറയും. ഇപ്പൊ എനിക്കിതേ പറയാൻ പറ്റൂ. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും. നോക്കിയോ അവന്റെ ഞാൻ പറയും. എന്തിരുന്നിട്ട് പറയാൻ? കുടുംബം കണക്കാൻ നോക്കടാ. നീ എന്തിനാ കിടന്ന് കറങ്ങണ? നിനക്ക് പ്രാന്തായ? നീ ഒരു കാര്യം ചെയ്. എവിടെ? നീ ഒരു കാര്യം ചെയ്. ഇന്ന് രാത്രി എല്ലാം പാക്ക് ചെയ്തോ കേട്ടാ. നമ്മൾ ഇവിടെ നാളെ രാവിലെ പടവലെത്തും. പോയി നിൽക്കാം, അവിടെ നിൽക്കാം. എവിടെ പോയാലും മിണ്ടിപ്പോലും മിണ്ടരുത്. കൈ ചൂടാ. ആ ചൂണ്ടും. നീ ആരാ നേരത്തെ കൈ ചൂടാ?
എന്റെ വിരൽ ഒടിച്ച് എന്റെ വിരൽ ഒടിച്ച് ചേച്ചി വിരൽ ഒടിച്ച് അച്ഛൻ എന്തിനാ കുഴപ്പം? അച്ഛൻ ഓൾറെഡി ഒരു പണി ചെയ്തോണ്ടിരിപ്പില്ലേ, പിന്നെന്തിനാ മാമിന്റെ കൂടെ കയറി ഒട്ടാ നോക്കണത്? എടാ 8 പൊട്ടുന്നില്ല അതിന്റെ കുട്ടുവാൻ ബിസിനസ്സിൽ പോയി 8 നില പൊട്ടാനിക്കാൻ വേണടാ ഞാൻ പറഞ്ഞു കേട്ടടാ. അയ്യോ ഈ വല്യച്ഛന്റെ വായില് വെള്ളം പറ്റൂലേ, പണ്ടത്തെ കാട്ടി അലമ്പ് സംസാരം. നമുക്ക് ഹോസ്റ്റലിൽ പോവാം. ഇറങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് ഇനി രണ്ടെണ്ണോ എന്തെങ്കിലും വർത്താനം പറഞ്ഞ പിടിച്ച് പുറത്താക്കും ഞാൻ. പറഞ്ഞില്ലാന്ന് വേണ്ട, അവനൊരു ബിസിനസ്. നിങ്ങൾക്ക് എന്തോന്ന് നോക്കട്ടെ നോക്കട്ടെ കാലം. അടുത്തൂടെ പോയേ ഉള്ളൂ. വാടാ വാടാ വിട് പൊന്നശ്രീ നിന്നെ വിട് 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 ഞാൻ കാണിച്ചു വിട് 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 വാ വിട് വിടച്ചാ അമ്മ വിളിക്കണം ആര് പറഞ്ഞു? അമ്മ അച്ഛനമ്മയെ മാൽമാർ വിളിക്കണല്ല. പിന്നെ വെറുതെ ചീത്ത വിളിക്കുന്നത് കേട്ടാ. ഞാൻ എന്ത് ചെയ്ത് പിന്നെ ഞാൻ മര്യാദ ചെയ്യാനട്ടാ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ നോക്കാൻ പിടിച്ചിട്ടോ അതോടു മാമ ഒരു കാര്യം ഞാൻ പറയാം. അമ്മ വിളിച്ച് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നീ ഏറ്റവും വിളിച്ച് പറയാനുണ്ട്. ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരാണെന്ന് അറിഞ്ഞ എനിക്ക് തരാം. ആ ആ ആ ആ ആ സെറ്റായോ? കറി സെറ്റ്. അമ്മ അച്ഛന്റെ ടെറിട്ടറിയിൽ അടുക്കാൻ പറ്റില്ല കേട്ടാ, കടിച്ചു കീറാൻ നിക്ക. അച്ഛനെ കടിച്ചു കീറാൻ നിക്കാന്നവിടെ. അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, 2 ദിവസം ഉണ്ടാവും. അച്ഛൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത പിന്നെ 2 ദിവസമാണത്. ഇപ്പൊ അച്ഛന്റെ എന്ത് വിഷയത്തിന് മൂട് മാറിയാലും കടക്കപ്രതിയില്ലാതെ നമുക്കല്ലേ. മൊബൈൽ ഷോപ്പ് വരെ പോണം, എന്റെ ഫോൺ ഹാങ് ആയി. അതിനിപ്പോ എന്നെ പോവാലോ. കുട്ടികളെ വിളിച്ചില്ലേ? ആ വിളിച്ച്. ശ്രീ ആണെങ്കിൽ കട്ട കലിപ്പ്, ഒന്നും പറയാൻ പറ്റില്ല. എന്നെ കൊറേ തെറിയും പറഞ്ഞു. നീ എന്തിനാ അതൊക്കെ മൈൻഡ് നിൽക്കണേ? അവനങ്ങനെ മുടോട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല, സ്വഭാവം അറിയാലോ. അല്ലെങ്കിൽ തന്നെ അങ്ങനെ മുടോട്ടാവാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആവശ്യമുള്ളതിന് ആവശ്യത്തിന് കിടന്ന് അഭിപ്രായം പറയുകയും തടിത്തുള്ളവർക്ക് നിൽക്കണ്ടല്ലോ. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടാ. അല്ല അമ്മ എത്ര വിലക്കിയിട്ടും അച്ഛൻ അച്ഛന്റെ വഴിക്ക് തന്നെയല്ലേ പോണത്. ആണ്. അമ്മ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അമ്മ എന്നെ കാണുന്ന പോലെ പറയണതാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ കൊച്ചിന് പ്രശ്നമൊന്നുമില്ലല്ലോ. നീ അതിന്റെ ഇടക്ക് കണക്കാ നോക്കണ. ആ പരിപാടി നിർത്തിക്കോയേ. അതെ ഇവക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതാ, അസുഖമാണ്, അത് മാറില്ല. വല്യമ്മ ആ അടുത്ത പരാതിയാണ്. ഞാൻ ഹോസ്റ്റലിൽ പോകാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ. എന്താ കാര്യം? ഈ വല്യച്ഛൻ ഞാൻ ഇവിടേക്കൊന്നും ഇഷ്ടമല്ലെന്നാ തോന്നുന്നേ. വല്യച്ഛൻ വല്ലതും പറഞ്ഞാ? ഞാൻ പറഞ്ഞു വൈകുന്നേരം എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയാൽ മതിയെന്ന്. പക്ഷെ എന്നെ കാണുമ്പോ തൊട്ടേ വല്യച്ഛ ഇറങ്ങി വാ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കും. അയ്യോ കുഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. എത്ര മണിക്ക്? 6 മണിക്കല്ലേ ഹോസ്റ്റലിൽ കയറേണ്ടത്. 6 മണിക്ക് കുഞ്ഞ് ഹോസ്റ്റലിൽ അവിടെ ഉണ്ടാവും. അതിന് മുന്നേ പോകേണ്ട ആവശ്യമില്ല കേട്ടാ. ഇങ്ങനെയാണെങ്കിൽ അവധി ദിവസം ഞാൻ ഇവിടെ വരൂല. അങ്ങ് തരട്ടെ പിടിച്ച്. ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് 6 മണിക്ക് വലിയച്ഛൻ്റെ അടുത്ത് പറയാ കൊണ്ടാക്കാരുന്ന്. ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ, നെക്സ്റ്റ് ടൈം കൺമണിക്ക് അവധി കിട്ടുമ്പോഴേ നമുക്ക് പടവലത്ത് പോവാം. ഇതിന് പോയിട്ടില്ലല്ലോ. ആ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, ഓണത്തിന് ഞാൻ പോയിട്ടുണ്ട്.
അയ്യോ പടവലത്തെ ഓണം എന്നൊക്കെ പറഞ്ഞല്ലോ, അടിപൊളിയാണ്. അടുത്ത ഓണം നമുക്ക് പടവലത്ത് പിടിക്കാവേ. അയ്യോ പടവലത്തെ ഓണം എന്റെ പൊന്നു, കർക്കിടകം 10 കഴിയുമ്പോണ്ടല്ല സ്റ്റാർട്ട് ചെയ്യും അവിടെ വരുന്നത്. ഈ അടമാങ്ങ, കണ്ണിമാങ്ങ, ഇതൊക്കെ അച്ചാറിടല്, ഉണക്കല്, കൊണ്ടാട്ടമുളക് ഉണക്കല്, പിന്നെ കൊപ്ര ആട്ടല്, ഇങ്ങനെ ഓരോന്ന് പിന്നെ തൈര്, വെണ്ണ ഇതെല്ലാം റെഡിയാക്കി സെറ്റായിട്ട് ഓണം ആവുമ്പോണ്ടല്ല കംപ്ലീറ്റ് സെറ്റ്. എടാ നീ പെട്ടെന്ന് കയറ്. നീ എത്ര കാശ് ഇടണമെന്നുള്ളത് എന്റെ വിഷയമേ അല്ല. കയറിയാ മതി നീ അവിടുന്ന്. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത്, നീ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നാ മതി. സംഭവം എനിക്ക് ബിസിനസ് എനിക്ക് പെട്ടെന്ന് തുടങ്ങിയേ പറ്റുള്ളൂ. ഇല്ല മാറ്റി വയ്ക്കാനൊന്നും പറ്റുന്നില്ല. ബിസിനസ് തുടങ്ങണം, അത്രേ ഉള്ളൂ. എത്ര നീ പെട്ടെന്ന് കയറി. നീ ഉടനെ ബിസിനസ് തുടങ്ങാൻ പോണ? തുടങ്ങും. നല്ലത് കുട്ടുമാമ, നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഉണ്ടായി നിന്റെ അഭിപ്രായം ചോദിച്ചാ നീ ആരോട് വാശി എടുക്കാനാ ഈ കൈയിരിക്കണ കാശെടുത്ത് പാർട്ട്ണർക്ക് കടം കൊടുത്ത് കൂട്ടു ബിസിനസ് തുടങ്ങാൻ പോണത്? അടുത്തുള്ള ആവശ്യമില്ല, എനിക്ക് ജീവിക്കണം. നീ ജീവിച്ചോ, ജീവിക്കണം എന്നുണ്ട് ആരെങ്കിലും പറഞ്ഞോ? ഈ ഒറ്റയ്ക്കാണ് ബിസിനസ് തുടങ്ങണേ കുഴപ്പമില്ലായിരുന്നു. ഇയാൾ എത്ര വർഷമായിട്ട് അറിയാം നിനക്ക് ഈ പാർട്ട്ണറെ? 2-3 വർഷമായിട്ട് അറിയാം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ മോലൊക്കെ കണ്ടവന്മാരെ കൊണ്ടുപോകാൻ പോകണം. അങ്ങനെ കൊണ്ടുപോകാനൊന്നും പോകണില്ല. അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. എടാ ഈ പാർട്ട്ണറെ അയാളുടെ വീട് എവിടെയാ? അയാളെ വീട് കണ്ണൂർ. കണ്ണൂർ എവിടെ? കണ്ണൂര് തന്നെ. കണ്ണൂരാ കാസർഗോഡാ ആർക്കറിയാം. ഒരു കാര്യം ചെയ്യ്, അയാൾ വരൂല്ലേ ഇവിടെ? വരുമ്പോ അയാളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ, എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. എന്തിനാ സംസാരിക്കണത്? സംസാരിക്കൊന്നും വേണ്ട, ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാര്യം. പാർട്ട്ണറെയും ഇവിടെ വിളിച്ചോണ്ട് വന്ന് മീറ്റിംഗ് കൂടാൻ സമ്മതിക്കൂല, അതൊക്കെ അങ്ങ് പടവലത്ത്. അത് ഞാൻ തീരുമാനിക്കാം എവിടെ വെച്ച് മീറ്റിംഗ് നടത്തണമെന്നുള്ളത്. അയാൾ വരുമ്പോ വരാൻ പറയണേ. ഇല്ല, ഞാൻ ആരും വരാനൊന്നും പറയാനൊന്നുമില്ല. എനിക്കറിയാം സംസാരിക്കാൻ വേണ്ടി. എന്നാ ഞാൻ അച്ഛനോട് പറഞ്ഞോടത്തേക്കാം എല്ലാ കാര്യവും വിളിച്ചിട്ട്. എനിക്ക് എന്തായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് തീരുമാനം എടുത്തൂടെ? നിന്റെ തീരുമാനം നമ്മളോട് ചോദിക്കണല്ലേ പറഞ്ഞോളൂ. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണേ, എടുത്തോ. എന്നോട് അഭിപ്രായം ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അവൻ ആകാരം കയറിയിക്കണ്. എടി നീരു, നിനക്ക് നിന്റെ കേടാണ്. നീ എന്തിനാ അവന്റെ കാര്യത്തിൽ ഇടപെടണത്? അവൻ തോന്നിയ പോട്ട് അവസാനം കാണാം. കുറെ നേരമല്ല അവസാനം കാണാന്ന് പറഞ്ഞു. എന്തോ കാണാം അവസാനം കാണണ്ടേ? അവസാനം കാണാന്ന്. ചേച്ചി, നീ നിന്റെ ഭർത്താവിന് മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞ എന്താ തെറ്റ്? നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. ചേച്ചി കുട്ടുമാമ, ഇപ്പൊ ഈ സംസാരം ഇവിടെ സംസാരിച്ചത് ഇത് വലിയൊരു പ്രശ്നം. അതുകൊണ്ട് കുട്ടുമാമൻ ആദ്യം ഒന്ന് കാമാവ്, എന്നിട്ട് നമുക്ക് ഇരുന്ന് ആലോചിക്കാലോ പാർട്ണർ വേണോ വേണ്ടോന്നൊക്കെ. ഇരുന്ന് ആലോചിക്കാൻ വേണ്ടിട്ടും ഞാൻ നിന്റെ അടുത്ത് വല്ല അഭിപ്രായങ്ങളും ചോദിച്ചായിരുന്ന എപ്പോഴെങ്കിലും? ഇത് അച്ഛൻ പറയുന്നത് കറക്റ്റാ. എന്തോന്ന് കറക്റ്റ്? കുട്ടുമാമന് കുറച്ച് പറ. കുട്ടുമാമൻ കുറച്ച് മാറിപ്പോയി. ദേ മുടിയൊക്കെ വളർന്ന് താടിയൊക്കെ വളർന്ന്. അമ്മയാണോ നീലു? യവൻ എന്തെങ്കിലും സംഭവിച്ച് മാമനോ മാമനോ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്ന ഞാൻ ബന്ധമുറി സംസാരിക്കും. എന്തോ പറ്റാൻ വേണ്ടിട്ട്? അത് അവസാനം കാണാടാ. ചേച്ചി ഇത് കേട്ടാ? എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞോളാം. എന്തോന്ന് അവസാനം കാണാന്ന് എല്ലാരും കൂടെ ഭ്രാന്ത് പഠിപ്പിക്കണ്ടേ? കുട്ടുമാമ, ഇതിപ്പോ അവസാനം എന്താവും? എന്തോന്നടി അവസാനം? എന്താണ് അവസാനം? പറ. എന്തോന്നാവാം, അത് അവസാനം കാണാം. നീലേ, നീ ഒന്നും പറയണ്ട, അവസാനം കാണാം. ചേച്ചി പോടക്ക. എന്റെ പുറകെ അടുക്കള കയറി വരാനാണെങ്കിൽ ശ്രീകുട്ടം മുട്ടുകാരെ തന്നെ ഓടിക്കാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയാനില്ല. നീ ഇങ്ങനെ പോയാ അവസാനം കാണാം. അവസാനം എല്ലാരും പോയാ? 4 മണിക്ക് ഈ കൊച്ചെവിടെ പോയി? കൺമണിയായി കഴിച്ചോ? എന്താ ചേർന്ന് വിളിക്കണേ? കൊച്ചിനെ ഇറക്കി വിടാ. അവളോട് എല്ലായിടത്തും യാത്ര പറഞ്ഞോണ്ടിരിക്കണെന്ന്. ഇതൊരു ഗവൺമെന്റ് ജോലി റിട്ടയർ ആവണ യാത്ര ഇറക്കി വിടാൻ വേണ്ടി. അമ്മാ, എന്തേടാ ഇത്ര രാവിലെ വരണ്ടേ? ഇറങ്ങട്ടെ. വാ പോയിട്ട് വാ. വാ. മോള് പോയിട്ടോ. ശരി. നിങ്ങള് പോയിട്ടാണ്. പോയിട്ട് വാട്ടോ. പോയിട്ട് വാടേ. അകത്ത് ഒരു യാത്ര കഴിഞ്ഞല്ലേ, പിന്നെ വീണ്ടും തത്തിക്ക് യാത്ര നടത്തുന്നതിന് സമയത്ത് പോണ്ടേ നേരം കാലത്ത്? ഞാൻ പറഞ്ഞില്ലേ, വലിച്ചിന് എന്നെ കൊണ്ടാക്കാൻ ധൃതിയായി.
വല്യച്ഛന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ല. നീ ഒരു കൂടുതൽ പറഞ്ഞ അടിയുന്നത് കരഞ്ഞുകൊണ്ട് ഹോസ്റ്റലിൽ കൊണ്ടുപോകാം. ഞങ്ങൾ കാര്യം പറയാം. ആ കൊച്ചിനായിട്ട് ചുമ്മാ ഇട്ട് കരയിപ്പിക്കാൻ വേണ്ടി എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞ് നേരത്തെ കയറി വിളിച്ചോണ്ട് പോകുന്നത് ഇതിനാണ്. എന്തിനാണ് മനുഷ്യർ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കണത്? ബാലുവിനെ പൈസയും ബംഗ്ലാവും ഇല്ലെന്നേ ഉള്ളൂ, നല്ലൊരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് എന്റെ ബന്ധുക്കളെല്ലാം കൂടെ എന്റെ കുടുംബത്തിൽ കയറി പറഞ്ഞത്. നിന്റെ പടവലത്തെ നിന്റെ പറമ്പിൽ ഒരു തേങ്ങ കഴിഞ്ഞ അയലത്തുന്ന ആഗ്രഹം നടക്കൂടാ ദുഷ്ടക്കൂട്ടങ്ങളാ. കളിക്കാൻ പറഞ്ഞു. അതന്നെ പേരയ്ക്കും ചാമ്പയ്ക്കൊക്കെ പറിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വീട്ടിൽ കയറ്റിയതാണ് ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, നിങ്ങൾ പോയിട്ട് വാ. ഞങ്ങക്ക് മനസ്സിലായി. ഇത് മാറ്റി അടിച്ചോണ്ടിരിക്കാതെ കൊച്ചിനെ കൊണ്ടാക്കാൻ നീ നോക്കും. കണ്ടാക്കി വിടണ്ട, ഞാൻ കൊണ്ടാക്കിക്കോളാം. പൊന്നു കേട്ട് അവളെ കൊണ്ട് പോവാ, അവള് സന്തോഷമായിട്ട് പോട്ടെ. ഇനി നിങ്ങൾ നിന്ന് അടിയാവും. വാ, നേരത്തെ കാലത്ത് ഹോസ്റ്റലിൽ ചെല്ലണം. ഇതിൽ പോട്ടാ, പോയിട്ട് അവസാനം കാണാം. എന്തോ അവസാനം അതിനൊന്ന് കാണാം. വാ. കൺമണിക്ക് നല്ല വിഷമമുണ്ടല്ലേ? വീട്ടിൽ നിന്ന് ആദ്യമായിട്ടല്ലേ അച്ഛനമ്മയൊക്കെ കാണാണ്ട് മാറിക്കണേ, അതുകൊണ്ടാ. ഞാൻ തന്നെ തനി നാടൻ മനുഷ്യനായിരുന്നല്ല. പടവലത്തെ പച്ചപ്പും നാട്ടുകാരുടെ നിഷ്കളങ്കതയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പച്ച മനുഷ്യൻ. അവസാനം ഒടുവിൽ എല്ലാം മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് നോക്കത്താ ദൂരത്ത് കിടക്കുന്ന എല്ലാരും ഓരോരോ വഴിക്ക് പോയി. ശ്രീകുട്ടനെ കേൾക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷെ ശ്രീകുട്ടൻ പറയും, ശ്രീകുട്ടന് വേണ്ടിയിട്ട് ശ്രീകുട്ടൻ പറയും, അന്ന് മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് പടവെട്ടി നേടിയെടുത്താണ് ശ്രീകുട്ടൻ ഉണ്ടാക്കിയത് എല്ലാം. അതൊക്കെ മിക്കവാറും ആരെങ്കിലും കൊണ്ടുപോകും. കുറ്റങ്ങളൊക്കെ ഞാൻ ഏറ്റുകൊള്ളാം, തെറ്റുധരിക്കരുതെങ്കിലും നീ. നിന്നിലുപരിയായി ഇല്ലയൊന്നും മണ്ണിലെന്നെന്റെ ജീവിതത്തിൽ. എന്തൊരു ആർദ്ര കലുഷിതമായ വരികൾ. ചെങ്ങമ്പുഴയൊക്കെ ആരായിരുന്നു? എന്ത് ചേച്ചി, ഈ ചെങ്ങമ്പുഴയുടെ ഒക്കെ വരികളെ ആർദ്ര കലുഷിതമായ വരികളാണ്. എന്റെ ആർദ്രമായ പ്രണയത്തിന്റെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നീ ആയിട്ട് ഇനി പറയാനെന്താ? ചേച്ചി കവിതയെ പറ്റി എന്തറിയാം? ഇതൊക്കെയാണ് കവിത. എടാ, ഞാൻ കവിത കാണാൻ തുടങ്ങിയ ശേഷമാണ് നീ കണ്ടു തുടങ്ങിയത്. ചേച്ചി കണ്ട കവിത കാര്യം എന്നോട് പറയല്ലേ, ഏട്ടല്ലേ? എന്ത് പറഞ്ഞ എന്താ കുഴപ്പം? പറഞ്ഞ കുഴപ്പമുണ്ട്. ചേച്ചി പോയിച്ചു അവിടുന്ന്. നീ പോടാ അവിടുന്ന്. ചേച്ചി പോയിച്ചു. നീ പോടാ. ചേട്ടാ ഇതുപോലെ എന്താടാ നിക്കടാ. ഇല്ലമ്മ, ഈ ചേച്ചി ഭയങ്കര ശല്യമൊന്ന്. നീ നിന്റെ കാര്യം നോക്ക്, ചേച്ചി എന്തെങ്കിലും കാണിക്കട്ടെ. ഹലോ, ആണാ? അയ്യോ. ആ, ശരി. ഓ, കൺമണി ഹോസ്റ്റലിൽ കിടന്ന് ഭയങ്കര കരുതിലുണ്ട്. ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. അയ്യോ, എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങ് ചെല്ല്. അതന്നെ ചേട്ടാ, അവിടെ വരെ പോയാൽ നല്ലായിരിക്കും. എല്ലാ ടെൻഷനും എനിക്ക്. സുരേന്ദ്രൻ അവിടെ സൂചിച്ച് ചോദിക്കുകയാണ്. സുരേന്ദ്രൻ എന്തിനാ കുറ്റം പറയണേ? നിങ്ങളല്ലേ പറഞ്ഞ കൊച്ചിന്റെ എല്ലാ കാര്യവും നിങ്ങൾ തന്നെ നോക്കിക്കോളാം, നീ ഒന്നും ഇടപെടണ്ടെന്ന്. പിള്ളേരെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ടല്ലേ ഈ അവതങ്ങളൊക്കെ പറ്റുന്നത്. അച്ഛാ, ആ കൊച്ചു അവിടെ കിടന്ന് കരച്ചിലും വിളിച്ചു അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കുവാണ്. ചെല്ലാൻ നോക്ക്. അത് പോയിട്ട് വരാം. ശിവ, ഇന്ന് വെള്ളിയാഴ്ചല്ലേ? നാളെ മറ്റന്നാളെ ലീവാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്, നീ ഇന്നുമായിട്ട് അവിടെ നിന്ന് കയറ്. നമുക്ക് ഞായറാഴ്ച വൈകിട്ട് പോവാടി. ഓ, ഞാൻ അമ്മയടുത്ത് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ശരി, അപ്പൊ പടത്ത് നടക്കട്ടെ. കൺമണി പിന്നെ വന്ന അമ്മ, കൺമണി പിന്നെ വന്ന. പിന്നെ വന്നല്ലേ? പറ്റി വിളിച്ച കരയാണ് എന്ന് പറഞ്ഞും കേൾക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ വിളിച്ചോണ്ട് വന്ന് നാളെ കൊണ്ടാക്കാന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് വന്നു. ഇനിയിപ്പോ എന്തായാലും നന്നായി. ഇനിയിപ്പോ ഒരു ദിവസം നിന്നിട്ട് ഹാപ്പി ആയിട്ട് നാളെ പോവാം. അമ്മ, ഹലോ, കൊച്ചു ഹോസ്റ്റലിൽ കിടന്ന് കരയണ അമ്മ എന്ന് പറഞ്ഞ്? ഓഹോ, ആണ്ട ചെറുമോൾ എൻ്റെ അടുത്ത് ചിരിച്ചോണ്ടിരിക്കണ്. അത് ശരി. ആ ശരി അമ്മ, ശരി. അതെ, ഇവിടെ നടക്കണ ഓരോ കാര്യങ്ങളും അച്ഛനെ അറിയിക്കണായിരുന്നു പിടി കിട്ടി. ആരായിരിക്കും? നിങ്ങൾ അറിയിക്കണോ? വേണ്ട, കൊച്ചിനെ തൊട്ടതിന്റെ സ്വഭാവം മാറും കേട്ടാ. എനിക്ക് എല്ലാം എതിരാണല്ലേ.
എങ്ങനെ എതിരാവാതിരിക്കും? ഇതല്ലേ സ്വഭാവം. എന്നാലേ ബാലുവിന്റെ സ്വഭാവം അറിയാല്, ബാലുവിന് പൈസയ്ക്ക് കുറവുള്ളൂ, ആട്ടത്തിനൊരു കുറവുമില്ല. ഏത് കളം കിട്ടിയാലും ബാലു അവിടെ നിറഞ്ഞാടും. ആടി ആടി വേരുകൾ വരെ ഇളകി നിൽക്കുക. ഇനി കൂടുതൽ ആടിയാ വീഴും അറിഞ്ഞ്. അറിഞ്ഞു വീട്ടേ അവിടെ കിടന്ന് ബാലു ആടും. ആ ആട്ടം കണ്ട് ഇവിടെ വേറൊരുത്തിനും ആടണ്ട. എന്ത് നോക്കണ്? അതാണ് കാണാം. ഇല്ല ഇവിടെ എവിടെ പോണ്? എവിടെ പോണ്? നീ പറ, എനിക്ക് വേനിക്കണ്. എന്താ പറയടാ? എന്ത് തിരക്കത്? അവസാനം എന്ത് കാണാം? അത് ഞാൻ അവസാനം പറയാം. വരുമല്ലോ അവസാനം. പറഞ്ഞിട്ട് പോയാ മതി. അത് വരുമല്ലോ, എന്തിനു കാണാം? പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ എല്ലാരടുത്തുമായിട്ട് ഒരു കാര്യം പറയണം. പടവല ശ്രീകുട്ടൻ ഒരു കാര്യം തീരുമാനിച്ചാ അത് തീരുമാനിച്ചാണ്. ഞാൻ എന്തായാലും ബിസിനസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ എന്റെ കൂടെ കൂട്ടും. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ബന്ധുക്കളെ കൂടെ കൂട്ടൂല. കൂട്ടാ നീ എന്നെ കൂട്ടാന്ന് വേണ്ടടേ. ഞാൻ പിന്നെ നിന്റെ കൂടെ ഇടിച്ചു കയറി പറഞ്ഞ എന്തിനെന്നറിയാം? നിനക്കെന്തെങ്കിലും അവത് സംഭവിക്കാൻ എനിക്ക് പേടിയുണ്ട്. അഥവാ സംഭവിച്ചാൽ ഞാനേ കാണും. അതെനിക്ക് താങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നിന്റെ അളിയനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഉള്ള അറിവ് വെച്ച് എന്തെങ്കിലുമൊക്കെ നിന്നെ സഹായിക്കൂടെ? ഞാനേ ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെട്ടാണ്. എൻ്റെ മക്കളെ നിനക്കത് വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നീ നന്നാവണം, നീ നന്നായിട്ട് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് ആഗ്രഹം കേട്ടാ. ബിസിനസ്സൊക്കെ ചെയ്ത് നന്നായിരിടേ, നന്നായിരി. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് ഞാൻ വിചാരിച്ച. എന്റെ ബിസിനസ് പാർട്ട്ണർ ആരാണെന്ന് അറിയാമോ? അത് കോഴിക്കോട് കണ്ണൂരുള്ള അവനാണല്ലോ. ഇങ്ങനെ ഒരാളില്ലളിയാ. പിന്നെ വെറുതെ നീ ആരെടുത്ത സംസാരിച്ചോണ്ടിരുന്ന ഫോണില്? എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു ബിസിനസ് പാർട്ട്ണറേ ഉള്ളൂ. അവനാരാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ അത് കുളത്തറ ബാലേന്ദ്രൻ തമ്പി, എന്റെ പൊന്നാളിയായി. പറയളിയാ, അളിയന് എന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലേ? എന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ അളിയന് താല്പര്യമില്ലേ? പിന്നെ എന്റെ അളിയന്റെ അടുത്തല്ലാതെ ഞാൻ ആരുടെ ബിസിനസ് ചെയ്യാൻ? പക്ഷെ എനിക്കൊരു കാര്യം, ഈ ബിസിനസ്സിൽ ശ്രീകുട്ടന്റെ അളിയൻ 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ പ്രോഫിറ്റ് ഷെയർ ഞാൻ അറിയണം. അറിയിക്കില്ലേ?